സന്തോഷമുള്ളവർക്ക് അനുമതി കർത്താവിന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. മുള്ളിന്മേലാൻ നിൽക്കുന്ന 10 മിനിറ്റ് കൂടെ മാത്രമേ എനിക്കുള്ളൂ. അവൻ സ്തോത്രം ചെയ്യുന്നു. ദൈവവചനത്തിലേക്ക് നമ്മൾ ശ്രദ്ധയിട്ടിരിക്കാം. ലെറ്റ്സ് ഓൾ ടേക്ക് സാം 95 അതിന്റെ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ആദ്യം വായിക്കും. അതിനുശേഷം ഒരാള് അവൻ സ്തോത്രം 2 തിമോഥെയോസിന്റെ ലേഖനം അതിന്റെ 2-ാം അധ്യായം 8-ാമത്തെ വാക്യം ഒരാള് ശബ്ദമുയർത്തി വായിക്കും. അതിനുശേഷം ഒരാൾക്ക് മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 37-ാമത്തെ വാക്യം ആദ്യ ഭാഗം ശബ്ദമുയർത്തി വായിക്കാം. ഫസ്റ്റ് വൺ സാംസ് 95 അതിന്റെ 95 8 through 11 ഒരാൾ ശബ്ദമുയർത്തി വായിച്ചു. ഇന്ന് നിങ്ങൾ അവരുടെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മെരിവയിലെ പോലെയും മരുഭൂമിയിൽ മാസനാളിനെ പോലെയും നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. അടുത്ത വാക്യങ്ങള് 11 വരെ. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, എന്റെ പ്രവൃത്തി അവർ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു. 40 ആണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായിരുന്നു. അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ഒരു ജനമെന്നും എന്റെ വഴികളെ അറിഞ്ഞിട്ടില്ലാത്തവരെന്നും ഞാൻ പറഞ്ഞു. ആകയാൽ അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കില്ലെന്ന് ഞാൻ എന്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. അടുത്ത വാക്യം 2 തിമോഥെയോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുവിനെ ഓർത്തുകൊള്ളുക, ഇതാകുന്നു എന്റെ നല്ല വാർത്ത സുവിശേഷം. അടുത്തത് മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 37-ാം വാക്യത്തിന്റെ ഫസ്റ്റ് പോർഷൻ. അവൻ സകലവും നന്നായി ചെയ്തു. മതി. അവൻ സകലവും നന്നായി ചെയ്തു. ഉടമനക സരപ്രഭാർ ഹൽക്കടനക. പരിശുദ്ധ പിതാവേ, സമയം 10 മിനിറ്റേ ഉള്ളൂ. 10 മിനിറ്റ് ഒന്നും നിനക്ക് വിഷയമല്ല. 1 മിനിറ്റേ ഉള്ളതിൽ ഞങ്ങളോട് പറയാൻ കഴിവുള്ളതൊക്കെ പറയാൻ കഴിവുള്ള ദൈവം. അതുകൊണ്ട് അവൻ വചനം അങ്ങയുടേതാണ്, അടിയൻ അങ്ങയുടേതാണ്, നിന്റെ ജനം അങ്ങയുടേതാണ്. അങ്ങയുടെ സന്നിധിയിൽ ഭരമേൽപ്പിക്കുന്ന ഈ മാസം ഓഗസ്റ്റില് ഞങ്ങളോട് നീ സംസാരിച്ചു കൊണ്ടിരുന്ന ചില വചനങ്ങൾ പെട്ടെന്ന് അവൻ സ്വന്തം ചെയ്യുന്ന ഒരു ക്യാപ്സൂൾ പോലെ പറഞ്ഞിരിക്കാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാ പ്രവർത്തിച്ചാട്ട് ഏതാത്മാവിനാൽ ഈ വചനം വിരചിതമായോ അതേ ആത്മാവിനാൽ ഞങ്ങൾ ഹൃദയങ്ങളോട് സംസാരിക്കുന്നു. ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണം. അവൻ ഹൃദയം കല്ലാക്കാതെ വണ്ണം, കർത്താവെ ഹൃദയം കഠിനപ്പെടുത്താതെ വണ്ണം ഈ ദിവസങ്ങളിൽ അവൻ മനസ്സാന്തരപ്പെട്ട് നിന്നോടടുത്ത് വന്നിട്ട് അവൻ നിന്റെ കരത്തിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ ഏൽപ്പിക്കാൻ. കാരണം നിന്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ നീ സകലവും ഭംഗിയായി ചെയ്യുന്നൊരു ദൈവം. അതരാധികനഗതൽക്കടരഹസ്യ. ഞങ്ങളുടെ കയ്യിൽ ഞങ്ങളുടെ വിഷയങ്ങൾ എടുക്കാതെ സകലവും ഭംഗിയായി ചെയ്യുന്നവന്റെ കയ്യിലേക്ക് ഇന്ന് പകൽ ഈ ആരാധന കഴിഞ്ഞ് പോകുമ്പോൾ ഞങ്ങളുടെ ജീവിതങ്ങളെ പരമേൽപ്പിച്ച് മടങ്ങിപ്പോകാൻ ഞങ്ങളെ സഹായിക്കണേ. ഹൃദയം കല്ലാക്കാതെ വണ്ണം അവന്റെ അടുക്കൽ വന്ന് ഞങ്ങൾക്ക് സമർപ്പിക്കുവാനുള്ള കൃപ ഞങ്ങളുടെ മേൽ പകരണം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആദ്യം വായിച്ചു കേട്ട സങ്കീർത്തന ഭാഗം നമുക്ക് ഏവർക്കും പരിചയമുള്ള സങ്കീർത്തനമാണല്ലോ. 95-ാം സങ്കീർത്തനം. അവിടെ ആരെഴുതിയെന്ന് തലക്കൊരികയിൽ പറയുന്നില്ല. യഹോവയ്ക്ക് വേണ്ടി ഉല്ലസിച്ചു പാടുന്ന ഒരു ഘോഷം അവിടെ വരുമ്പോൾ ആ സങ്കീർത്തനക്കാരൻ പറയുക, ഇന്നും നിങ്ങൾ അവന്റെ ഇഫ് യു ഹിയർ ഹിസ് വോയിസ് ടുഡേ ആസ് ഓഫ് മറീബ ആൻഡ് മസൽ ഡു നോട്ട് ഹാർഡൻ യുവർ ഹാർട്ട്. ഹൃദയത്തെ എന്താക്കരുത്, കല്ലാക്കരുത്. ഓർക്കണം, ശത്രുവിന്റെ എപ്പോഴുമുള്ള പോരാണ് നമ്മൾ പോരാക്കി ഹൃദയം കല്ലാക്കിയിട്ട് പ്രതികരിക്കാൻ കഴിയാത്ത അവസ്ഥകൾ കൊണ്ട് ഇരുത്തുക. അതിനെ ഓവർകം ചെയ്യുമ്പോഴാണ് ഹോളി സ്പിരിറ്റ് സംസാരിക്കുക. അപ്പൊ ശബ്ദം ഒന്ന് കേട്ടിട്ട് അതിനെ ഓവർകം ചെയ്യുമ്പോൾ വിക്ടറി ആൻഡ് ബ്രേക്ക് ത്രൂ. പ്രിയ ക്ഷീണസിന് സംഭവിച്ചതാ. ഹാർഡ് ആൻഡ് ഹാർട്ടായിട്ട് ഒന്നും ചെയ്യേണ്ടെന്ന് എടുത്തിരിക്കുമ്പോൾ ആത്മാവിനെ സംസാരിക്കും. ശ്രദ്ധിക്കാൻ കഴിയുന്നവർക്ക് അത് കേൾക്കാൻ പറ്റുള്ളൂ. ശ്രദ്ധിച്ചിട്ട് ചിലർ അടങ്ങിയിരിക്കും. അപ്പോൾ ആത്മ ഹൃദയ കാഠിന്യം പറയും. വിട്ടുകൊടുക്കല്ലേ. കാരണം ദൈവം നിങ്ങളെ ഏൽപ്പിച്ച ശുശ്രൂഷ അതെഴുത്ത് പറയുമ്പോൾ കേൾക്കുന്നവർക്ക് ചില വിടുതല. കർത്താവ് ആരാധന കൊണ്ടുവരുമ്പോൾ തന്നെ ശുശ്രൂഷകളൂടെയാണ് നമ്മളെ അയക്കുന്നത്. അപ്പൊ നമ്മളൊരു കാര്യം ഓർക്കണം, ഈ പുതിയ നിയമസഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടന്നു വന്നിരിക്കുന്നവരൊക്കെ നിങ്ങളൊക്കെയും രാജകീയ പുരോഹിത ശുശ്രൂഷകളിൽ നിൽക്കേണ്ടവരാണ് നാം. പിന്നെ സഭയുടെ ഓഫീസിന് വേണ്ടി ചില സ്ഥാനങ്ങൾ ദൈവാക്കിയിട്ടുണ്ട് എന്നേ ഉള്ളൂ. അതിനകത്ത് പ്രീസ്റ്റ്ഹുഡ് ഇല്ല. സഭയുടെ ഓഫീസിൽ പ്രീസ്റ്റ്ഹുഡ് ഇല്ല. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പൗരോഹിത്യം സഭയുടെ ഓഫീസിലില്ല. പൗലോസ്ലിഹ സഭയ്ക്ക് ഓഫീസ് കൊടുക്കുമ്പോൾ അപ്പോസ്തോലന്മാരുണ്ട്, പ്രവാചകന്മാരുണ്ട്, ഉപദേഷ്ടാക്കന്മാർ, ടീച്ചേഴ്സ് ഉണ്ട്.
ആമേൻ സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ പാസ്റ്റേഴ്സ് ഉണ്ട്. പാസ്റ്റേഴ്സ് ഇടയന്മാർ എന്ന പദം പാസ്റ്റേഴ്സ് ഉണ്ട്. ആമേൻ സ്തോത്രം ചെയ്യുന്നു. ഉപദേഷ്ടന്മാര്, അപ്പോസ്തലന്മാര്, പ്രവാചകന്മാര്, ഉപദേഷ്ടന്മാര്, ആമേൻ 5 വിധ ഓഫീസുകളാണ് ചർച്ചിനുള്ളത് സഭയുടെ നടത്തിപ്പിന് വേണ്ടി. എന്ന് വെച്ചുകൊണ്ട് പാസ്റ്റേഴ്സ് തന്നെയാണ് എല്ലാം നടത്തുന്നതെന്ന് ബൈബിൾ പറയുന്നില്ല. ഓഫീസസ് ആത്മിക വർധനയ്ക്ക് വേണ്ടി തന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഉത്തരവാദിത്വം നമ്മളെ കിങ്സും പ്രീസ്റ്റുമാക്കിയേക്കുക ദൈവം. രാജാക്കന്മാരും പുരോഹിതന്മാരും അപ്പോൾ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യാൻ അവൻ അധികാരം കൃപ ലഭിച്ചവരാണ് പുതിയ നിയമത്തിലെ വിശ്വാസികൾ. അതുകൊണ്ട് പാസ്റ്ററുടെ വേലയാണെന്ന്, കാരണം നമ്മൾ ദൈവം നമ്മെ ഏൽപ്പിച്ച, അതുകൊണ്ട് പത്രോസ് പറയുന്നത്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ആരാധനയ്ക്ക് വരുമ്പം സ്തുതി 1000 എന്ന് കൈയടിച്ചിട്ട് പോകാൻ പറയുന്നു. നിനക്ക് വേണ്ടി ചെയ്ത അത്ഭുതങ്ങളെ ഘോഷിക്കാൻ വിളിച്ചതാ. ഷഡബറ എവിടെയാ? അന്ധകാരത്തിൽ നിന്ന് എങ്ങോട്ടാ കൊണ്ടുവന്നത്? മിറാക്കുലസ് ലൈറ്റിലേക്ക്. ആ മിറാക്കുലസ് ലൈറ്റ് ഇല്ലാതെ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തകർന്ന് തരിപ്പണമായി പോയിനെ. ആ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നത് കൊണ്ട് കാണേണ്ട കാര്യങ്ങളെ കാണേണ്ട രീതിയിൽ കണ്ടിട്ട് പ്രതികരിപ്പാൻ, ആത്മഹത്യയിലേക്ക് ഓടാതിരിപ്പാൻ, നിരാശകളിൽ കഴിഞ്ഞ ഈ യാത്രയിൽ ചിലരോട് സംസാരിച്ചു, അവർ ഈൽഡ് ചെയ്യാൻ മനസ്സിലായി. പക്ഷെ എപ്പോഴും ഓർപ്പിച്ചു, ഒരിക്കലും ജീവനെ കൊല്ലല്ലേ. കാരണം ഹൃദയം കഠിനപ്പെട്ടു പോയ ഒരാളെ ട്രാൻസ്ഫോം ചെയ്യാൻ വലിയ പ്രയാസമാണ്. കാരണം അവർ ശ്രദ്ധിക്കത്തില്ല. കല്ലായ ഹൃദയം ദൈവവചനത്തിന് ഈൽഡ് ചെയ്യത്തില്ല. പക്ഷെ ഞാൻ പറഞ്ഞു, എന്തെങ്കിലും കാരണവശാൽ നാളെ നിങ്ങളുടെ മക്കൾ നിങ്ങളെ എല്ലാം തള്ളി പറയുമ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് ഓക്കെ ആയിട്ട് തോന്നും, അവൻ ഓക്കെയാ, എന്താണേലും കുഴപ്പമില്ലെന്ന് ഹാൻഡിൽ. പക്ഷെ അന്ന് പിള്ളേരോട് നിങ്ങളെ തള്ളി പറയുമ്പോൾ മരിച്ചാൽ മതിയെന്ന് തോന്നും. അങ്ങനെ ഒരു വേള ഉണ്ടാകുന്ന ഓർത്തോ. അവൻ ജീവനെ, നിങ്ങളുടെ ശരീരത്തെ നശിപ്പിച്ചാൽ ദൈവം നിങ്ങളെ എന്ത് ചെയ്യും? നശിപ്പിക്കും. ആത്മഹത്യയിലേക്ക് പോകല്ലേ. അവൻ പരിഹാരമുണ്ട് ഏത് കഷ്ടങ്ങൾക്ക്. ഒരു കാര്യം ചെയ്താൽ മതി, ആ കഷ്ടങ്ങൾക്ക് നിന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ ഒരു സന്നദ്ധത വേണം. അനേകം പെടയ്ക്ക് അവിടെ രീതി യേശുപ്പിനും അത് മനസ്സിലാക്കാൻ, കർത്താവിന് മനസ്സിലാക്കാം. നിങ്ങൾക്ക് ഗെത്സമന തോട്ടത്തിലേക്ക് അടുക്കുന്ന ആ സമയം നോക്കണം. പൂർണ്ണ മനുഷ്യനായ യേശുവിനെ നോക്കണം. നമുക്കൊരോരുത്തർക്കും സംഭവിക്കുന്ന പോലെ പുത്രൻ തമ്പുരാൻ അതേപോലെ തന്നെ സംഭവിച്ചു. പാപമില്ലാത്തവനായി ജീവിച്ച പുത്രൻ തമ്പുരാനായിരുന്നിട്ട് പോലും ആ കഷ്ടതയുടെ പാത അടുത്ത് വന്നപ്പോൾ തന്റെ ഹൃദയം എന്തായി? കലുഷിതമായി. ചിലപ്പോൾ ജീവിതത്തിലെ സ്ട്രെസ്സുകൾ, ടെൻഷനുകൾ, പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ നിങ്ങളെ വന്നിട്ട് ഹൃദയത്തെ കലുഷിതമാക്കുമ്പോൾ നിങ്ങൾ ആകെപ്പാടെ അന്തം വിട്ടുപോകും. വളരെ മനസ്സ് കലുഷിതമായി അവൻ വല്ലാതെ, നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ യേശു വ്യാകുലപ്പെടുവാനും അവൻ കരയുവാനും വിലപിക്കുവാനും പ്രാർത്ഥിക്കുവാനും തുടങ്ങി. ആരായത്? ഈ കഷ്ടങ്ങൾ ഞാൻ ചെയ്തോളാം കർത്താവേ, ഞാൻ അനുഭവിച്ചോളാം എന്ന് പിതാവിനോട് ലോകസ്ഥാപനത്തിന് മുന്നമേ പറഞ്ഞുറച്ച പുത്രൻ തമ്പുരാനാണ് അവനെ ഗെത്സമനത്തോട്ടത്തിൽ കടന്ന് ആ നെടുവീർപ്പും ആ കഷ്ടത്തിൽ കൂടെ നിങ്ങൾ അവൻ ശിശുമാരോടത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞിടത്തും സ്നേഹിക്കുന്ന 3 പേരെ ചൂട് മാറ്റി കൊണ്ടുപോയിട്ട് അവർ പറഞ്ഞു, ഉണർന്നത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്നിട്ട് പുള്ളി ഫ്രണ്ടിലോട്ട് പോയി വീഴുക, തളർന്ന് വീണ് കരയുക. ഇന്ന് പകൽക്കാലം യേശുവിനറിയാം മനസ്സിന്റെ സ്ട്രെസ് എന്താണ്. ഇന്ന് പകൽക്കാലം യേശുവിന് അതാ നെയ്യെ കർത്താവിനെ സ്നേഹിക്കാൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ കൊട്ടാരക്കര ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അവിടെ ഹിന്ദുക്കളായിരുന്നു, ഒത്തിരി കൂടുതൽ ഹിന്ദുക്കൾ. വളരെ മനോഹരമായിട്ട് യേശുവിനെ അവതരിപ്പിക്കാൻ പരിശുദ്ധാത്മാവ് വളരെ മനോഹരമായിട്ട് സഹായിച്ചു. അവൻ യേശുവാകുന്ന ദൈവത്തെ എന്തിന് ഞാൻ സ്നേഹിക്കുന്നു, സേവിക്കുന്നു പറയാൻ യേശുവിന്റെ ജീവിതം സാധാ മനുഷ്യന്റെ ജീവിതമായിട്ടൊന്ന് താരതമ്യപ്പെടുത്തി കാണിക്കുമ്പോൾ കഷ്ടം അനുഭവിക്കുന്ന നീറുന്നവരെന്ന് കാണുമ്പോൾ ഉള്ളം കത്തും. അവരുടെ ഒരൊറ്റ ദൈവങ്ങൾ പോലും അങ്ങനെ കടന്നു പോയിട്ടില്ല. എന്നാൽ യേശു അനുഭവിച്ച വേദന കറക്റ്റ് നമ്മളോട് സിമിലാരിറ്റി. അതായത് യേശുവിന് നമ്മുടെ അതുകൊണ്ട് ഇനി തിരുമേനിമാരില്ല. കാരണം എന്താ? ഏക മഹാപുരോഹിതൻ ക്രിസ്തു ദേഹമെന്ന് തിരശീല കീറി അവൻ സ്വന്തം തന്റെ രക്തം ഒഴിച്ച് ആ രക്ഷ സാധിച്ചു കഴിഞ്ഞപ്പോ പ്രീസ്റ്റ്ഹുഡ് തീർന്നു. പിന്നെ നമ്മളെ എല്ലാവരെയും പ്രീസ്റ്റ് ആക്കി. ഹൈ പ്രീസ്റ്റ് നമുക്ക് ഒരാളേ ഉള്ളൂ, ക്രൈസ്റ്റ്. അത് എബ്രായ ലേഖനം പറയുന്നത്. നമുക്ക് മുമ്പായിട്ട് അവന് ആ സ്വർഗീയ ആ പരിശുദ്ധിയുടെ സ്ഥലമായ സ്വർഗത്തിലേക്ക് ചെന്ന് പിതാവിന്റെ സന്നിധി തന്റെ രക്തം കാഴ്ചവെച്ച് നമുക്ക് വീണ്ടെടുപ്പ് വാങ്ങി തന്നു. ഇപ്പോൾ നമുക്ക് നമ്മുടെ മഹാപുരോഹിതൻ മറ്റുള്ള മഹാപുരോഹിതന്മാരെ പോലല്ല. നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിവുള്ളവന്. അത് എന്നെ പോലെ നടന്നവനാ. അതുകൊണ്ട് ഈ ആരാധനയ്ക്ക് വരുമ്പോൾ നിങ്ങൾ ക്ഷീണിക്കരുത്. കാരണം നമ്മുടെ ക്ഷീണങ്ങളെ പോലെ ക്ഷീണിച്ചവനാ കർത്താവ്, അല്ലേ? അവൻ രോഗം ക്ഷീണിച്ചവനായിരുന്നു, അല്ലേ? അവൻ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപമായിരുന്നു. അവൻ ലോൺലി ആയിരുന്നു, അല്ലേ? അവൻ അങ്ങനെ ബൈബിൾ പറഞ്ഞു ഏകാംഗിയായിരുന്നു. ഇന്ന് പകൽക്കാലം നിന്റെ ലോൺലിനെസ്, നിന്റെ
സ്ട്രഗിൾസ്, നിന്റെ തളർച്ച എല്ലാം അറിയാമെന്ന് എന്റെ മഹാപുരോഹിതൻ. അതുകൊണ്ട് ആ കൃപാസനത്തിൽ ഓടിച്ചാൽ എനിക്ക് ധൈര്യം. കാരണം ഞാൻ പോയിട്ട് അഥവാ എനിക്ക് വേറെ മധ്യസ്ഥന്മാർ വേണ്ട, വേറെ ഒറ്റ മധ്യസ്ഥന് എന്റെ കഷ്ടം അനുഭവിക്കാനോ അറിയാനോ ആരെ കൊണ്ടും പറ്റിയിട്ടില്ല. ഏക പാപമില്ലാത്ത മധ്യസ്ഥൻ എന്റെ ഈശോനാഥൻ മാത്രമാണ്. എന്നെ പോലെ നടന്നവൻ, എന്നെ പോലെ ക്ഷീണിച്ചവൻ, എന്നെ പോലെ തളർന്നവൻ. പിതാവിനോടൊക്കെ കരയുക, കഴിയുമെങ്കിൽ ഈ പാനപാത്രം കൂടെ എങ്കിലും എന്റെ ഇഷ്ടമല്ല, എന്റെ ഇഷ്ടം. നീ നാളുകൾ പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥന കേൾക്കാതിരിക്കുന്ന അവസ്ഥ ഉണ്ടോ? പുത്രൻ പ്രാർത്ഥിച്ചിട്ട് ദൈവം എന്ത് ചെയ്തില്ല? മറുപടി ഒന്നും പറഞ്ഞില്ല. എന്റെ ഗൃഹമൊന്നും കോരിയെന്ന് പോലും പറഞ്ഞില്ല. പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടാതെ തടഞ്ഞിരിക്കുന്ന പുത്രനെ നീ ഒന്ന് നോക്കുക. എന്നാൽ ഇന്ന് പുത്രന്റെ അവസ്ഥ നീ ഒന്നറിയും. ആ കഷ്ടങ്ങളിൽ കൂടി തികഞ്ഞവനാക്കി കഴിഞ്ഞപ്പോൾ ബൈബിൾ പറയാ സകല നാമത്തിനും മേലായ ആ നാമത്തിന് മുന്നിൽ പാടിയതുപോലെ എല്ലാം മുട്ടും മടങ്ങും, എല്ലാം നാവും പാടും യേശു കർത്താവെന്ന്. അവൻ നമ്മുടെ രക്ഷാനായകനെ കഷ്ടങ്ങൾ കൂടി തികഞ്ഞവനാക്കിയെങ്കിൽ ഇന്ന് കഷ്ടങ്ങൾ കൂടെ പോകുമ്പോൾ നീ തളരുന്ന എന്തിനാ? അവനെ നോക്ക് മടങ്ങി വരാം. അവൻ സ്വപ്നം ചെയ്യുന്നു. 95-ാം സങ്കീർത്തനത്തിൽ കർത്താവ് പറയുകയായി, ഇന്ന് നിങ്ങൾ അവന്റെ ഹൃദയത്തെ എന്ത് ചെയ്യരുത്? നോക്കരുത്. കാരണം അവിടെ പിതാക്കന്മാർ. നിങ്ങൾക്കറിയാവോ ആരാ പിതാക്കന്മാരെന്ന്? കഴിഞ്ഞ ദിവസം ക്രിസ്റ്റീനിൽ കൂടി വചനം വന്നപ്പോൾ അതുവരെ നമ്മൾ കോരഹ ദാദാമ ബീരാം ഇതൊക്കെ നമ്മൾ ലിസ്റ്റിലോട്ട് വരുന്ന അവരെ മറുതലിച്ചു. അല്ല, ശ്രദ്ധിച്ചു കേൾക്കണം. ഉടമന ചില ഈ വചനം കേട്ടിട്ട് ചില മറുതലിച്ചു. ഞാൻ പറഞ്ഞു പൊന്നെ, ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ഈ വചനം, ഇത് സത്യമാണെന്ന് ഞാൻ ഉറപ്പിച്ചു. കാരണം നിങ്ങൾക്കറിയോ ആരെക്കുറിച്ചാ പറയുന്നത്? മോശയെ കുറിച്ചുകൂടാ പറഞ്ഞു. ഞങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു. പിതാക്കന്മാർ ഈ പിതാവിനെ കുറിച്ച് ശ്രദ്ധിക്കണം. മോശ എന്ന പിതാവിനെ കുറിച്ച് യഹൂദന്മാർ അഭിമാനിക്കുന്ന തങ്ങളുടെ പിതാവാകുന്ന മോശ, തങ്ങൾക്ക് ന്യായപ്രമാണം കൊടുത്ത മോശ, എന്തിന് അവൻ ഈവൻ മുസ്ലിങ്ങൾ പോലും അപമാനിക്കുന്ന മൂസാ നബിയെ കുറിച്ച് അവൻ സ്വന്തം വളരെ പരാമർശങ്ങൾ ഖുർആനിലുള്ളത്. അവൻ സ്വന്തം അവര് പോലും അപമാനിക്കുന്ന മൂസാ നബി. ആ മൂസാ നബിയെ കുറിച്ച് കഷ്ടപ്പെട്ട് ദുഃഖത്തോടെ ദൈവം പറയുക. അവൻ സ്വന്തം ചെയ്യുന്നു. അവൻ നിങ്ങളുടെ പിതാക്കന്മാരെന്നെ എന്ത് ചെയ്തു? എന്റെ പ്രവർത്തികളെ കണ്ടിട്ടു എന്നെ എന്ത് ചെയ്തു? ശോധന ചെയ്തു. നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു നോക്കണം. മോശയുടെ ബന്ധത്തിൽ ദൈവം സർട്ടിഫൈ ചെയ്ത ചിലരുണ്ട് ബൈബിളിൽ. ഒന്ന് ഇയ്യോബിനെ കുറിച്ച് ദൈവം, മോശയെ കുറിച്ച് ദൈവം സ്വന്തം രക്തബന്ധങ്ങളോടാണ് സർട്ടിഫിക്കറ്റ് പറയുന്നത്. എന്റെ ദാസനായ മോശയെ പോലെ സൗമ്യനായ ഒരുത്തനും ഈ ഭൂമിയില് സ്വർഗത്തിലെ ദൈവം സർട്ടിഫൈ ചെയ്ത മോശ. ആദ്യം മരുഭൂമിയിലെ മസാനാളിൽ ജനം കലഹമുണ്ടാക്കി നിലവിളിച്ചപ്പോൾ ദൈവം ഇറങ്ങി വന്ന് പറഞ്ഞു, മോശേ, ഞാൻ പാറമേ നിൽക്കും, എന്റെ കയ്യിലെ വടി കൊണ്ട് എന്നെ എന്ത് ചെയ്യേ? പാറയെ അടിക്കുക. വെള്ളം പുറപ്പെട്ടു കുടിച്ചു. പോകുന്ന വഴിയിൽ കാദേശ് ബർണിയയിൽ നിന്ന് 12 വരെ ഒറ്റുനോക്കാൻ, ദേശം ഒറ്റുനോക്കാൻ കഴിച്ചു. എന്നാൽ അത് ചെയ്ത കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ പഠിച്ചു നോക്കിയാല് ലേവ്യ പുസ്തകത്തില് എനിക്ക് തോന്നിയെന്നാ പറഞ്ഞെങ്കിലും ആവർത്തന പുസ്തകത്തിൽ മോശ ആവർത്തിച്ച് പറയുമ്പോൾ പറയുന്നുണ്ട്, നിങ്ങളിൽ ചിലർ വന്ന് എന്നോട് പറഞ്ഞു ആ ദേശം ഒറ്റുനോക്കുന്നത് അപ്പം ജനാഭിപ്രായം കേട്ട് നീ മുമ്പോട്ട് പോകല്ല, പരാജയം. ദൈവാഭിപ്രായം കേട്ട് നീ പോകും. ദൈവം പറഞ്ഞു പോയി ദേശം അവകാശമാക്കി. അപ്പൊ ജനം വന്നു അങ്ങനെ പോകുന്ന ശരി, നമ്മൾ ചില പരിചയം പോയി നോക്കിയിട്ട് വരട്ടെ, അതുകൊണ്ട് റിപ്പോർട്ട് കൊണ്ടുവരട്ടെ. മനുഷ്യന്റെ ബുദ്ധിയിലേക്ക് വന്ന അവസ്ഥ. മോശ പറഞ്ഞ ആവർത്തന പുസ്തകത്തിൽ പോയി വായിച്ചു നോക്കണം. നിങ്ങളുടെ അഭിപ്രായം നന്നെന്ന് എനിക്ക് ബോധിച്ചത് കൊണ്ട് 12 പേരെ വിട്ടു. 10 എണ്ണവും നല്ല കാര്യം പറഞ്ഞു, പക്ഷെ എന്നാൽ അവിടെ എല്ലാം പ്രോബ്ലംസ് ലിറ്റപ്പ് ചെയ്തു. നന്മകൾക്ക് അനുഗ്രഹങ്ങൾക്ക് ലാഘവത്വം കൊടുത്തിട്ട് പ്രശ്നങ്ങളെ വലുതായിട്ട് ഇന്നിവിടെ ഇരിക്കുമ്പോൾ നിങ്ങളെല്ലാം പ്രശ്നത്തിൽ കൂടെ വന്നവരാന്ന് എനിക്കറിയാം. എന്നാൽ ദൈവത്തിന്റെ നന്മയോട് നിങ്ങൾ കാണും, ദൈവത്തിന്റെ അനുഗ്രഹം കൂടെ കാണും. ആ വലിയ പ്രോബ്ലത്തെ ആനയാക്കാം. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ കഷ്ടപ്പെട്ടു പോയാൽ നിങ്ങൾ നിന്ദിച്ച അപമാനിച്ച ഒത്തിരി വിഷയങ്ങൾ കാണാം. അതുകൊണ്ടായിരിക്കും നിങ്ങൾ മുമ്പോട്ട് വന്ന് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാത്തത്. നിങ്ങൾ അതിനെ ഒരു ഗോലിയാത്തിനെ പോലെ കാണിക്കാതെ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക. നിങ്ങളുടെ മനസ്സിന്റെ ചിന്താതികൾക്ക് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക. നിങ്ങൾ പ്രയോജനപ്പെടേണ്ട അനേകം മേഖലകള് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ ആത്മാവ് സദാകാലം ബാധിച്ചുകൊണ്ടിരിക്കുക. നാളെ ഇല്ല നമുക്ക് വേണ്ടി. ഇന്നെന്നുള്ളിടത്തോളം ഒരുപക്ഷെ നിങ്ങളുടെ ഒരു വാക്കായിരിക്കും ഒരാളെ കത്തിക്കുന്നു, എഴുന്നേൽപ്പിക്കുന്നത്. ദൈവം നോക്കുക, അനന്തരം ഞാൻ ആരെ അയക്കുന്നു, ആർ നമുക്ക് വേണ്ടി പോകുമെന്ന് ചോദിക്കുന്ന ശബ്ദം മുഴങ്ങുകയാ. അവൻ സ്വന്തം അവിടെ
പറയാ, അവൻ കല്ല് പോലിരുന്ന് യെശയ്യാവ് അവൻ കർത്താവിനെ കണ്ട് രൂപാന്തരം വിശുദ്ധിയിലേക്ക് മടങ്ങി വന്നപ്പോ അവൻ പറയാ, കർത്താവേ ഇതാ അടിയനെ അയക്കണമേ. അവൻ സ്വന്തം മടങ്ങി വരട്ടെ, അവൻ സ്വന്തം ചെയ്യുന്നു. ഇവിടെ നാം കാണുമ്പോൾ മോശ രണ്ടാമത് വന്നു, തിരിച്ചു വന്നു, മറുതലിച്ചു. ദൈവം പറഞ്ഞു തിരിച്ചു പോകും, മരുഭൂമി 40 വർഷം. ദൈവം പറഞ്ഞു എന്നിട്ട് യോശുവയും കാലേബുമല്ലാതെ ഇറങ്ങിയവരിൽ 20 വയസ്സിന് മേലുള്ള ഒരുത്തനും കയറത്തില്ല. ദൈവം പറഞ്ഞു. അന്നാണ് മോശ 90-ാം സങ്കീർത്തനം എഴുതിയത്. അവൻ സ്വപ്നം ചെയ്യുന്നു. 90-ാം സങ്കീർത്തനം മരണസമയത്ത് പാടുന്നൊരു പാട്ടാണ്, സങ്കീർത്തനമല്ല വീടുകളിലും. അതെല്ലാം ചിന്തിക്കാനുള്ള. അതുകൊണ്ട് ഞങ്ങൾ ജ്ഞാനമുള്ള ഹൃദയം പ്രാപിക്കേണ്ടതിന് ഞങ്ങളുടെ നാളുകളെ എണ്ണാൻ ബുദ്ധി ഉപദേശിക്കണമേ എന്ന് പകൽക്കാലം ഈ സുവിശേഷം കേൾക്കുമ്പോൾ, വചനം കേൾക്കുമ്പോൾ, ഒരുവേള നിങ്ങൾക്ക് 10 ദിവസം കൂടി ഈ ഭൂമിയിൽ ജീവിപ്പാനുണ്ടെങ്കിൽ ഉഷടപരഹതനക ഇന്നൂടെ കഴിഞ്ഞപ്പോ കർത്താവേ 9 ദിവസം കൂടി നിന്റെ വേല തികപ്പാനുള്ള ആ വലിയ ഉത്സാഹത്തോടെ ജീവിപ്പാൻ പരിശുദ്ധാത്മാവ് അർപ്പിക്കുക. എന്നാൽ ഈ ശബ്ദം കേട്ടു തിരിച്ചു വന്ന വഴി വീണ്ടും ഈ ജനം വെള്ളമില്ലാത്ത അവസ്ഥയിൽ വന്നപ്പോൾ അവൾ ബഹളമുണ്ടാക്കി. മോശയെന്ന് വിഷം വെച്ചു. നീ എന്നെ വലച്ചത് എന്തെന്ന് പറഞ്ഞ് ദൈവത്തോടൊന്ന് കോപിക്കാൻ തുടങ്ങി. അങ്ങനെ അവൻ സ്വന്തം ചെയ്യുന്നു. വല്ലാതെ മുഷിച്ച് മുഴുവൻ. ദൈവം പറഞ്ഞു, കമോൺ കം ഡൗൺ, ഞാൻ ആ പാറമേൽ നിൽക്കാം. സിമ്പിളാ. നീ അല്ലേ ജനത്തിൽ ഞാൻ പ്രസവിച്ചോ ജനത്തിൽ. നോക്കണം, ഈ കർത്താവിന്റെ കൃപയെ ചരണപ്പെട്ടു പോയി നമ്മൾ വിചാരിക്കും ഈ സഭയിൽ ഞാൻ ചൊല്ലിക്കൊണ്ട് നടക്കുന്ന നമ്മളെ അല്ല. എന്നെ കാണിച്ചു ഞാൻ ഉള്ളപ്പോൾ അനുഗ്രഹത്തോടെ അത് പോയി. നമ്മളല്ല സഭയിൽ ചുമന്നത്, കർത്താവ്. നമ്മളാണ് ചുമന്നു പോയി കർത്താവ്. ഞാൻ അധ്വാനിക്കും, ഞാൻ കഷ്ടപ്പെടും, ഞാൻ മാത്രം എഴുന്നേറ്റ് എല്ലാം ഉണ്ടാക്കുന്നു, ആരുമില്ല, പരാതി പരാതി പരാതി. എന്നാല് അവൻ മോശ അതേ അവസ്ഥയിലേക്ക് പോയി. അതാ അതിനെ ഹൃദയകാഠിന്യം എന്ന് പറയുന്നത്. ഞാൻ വിശുദ്ധൻ, ഞാൻ മാത്രം നല്ലവനെന്ന് തോന്നലുണ്ടാകുമ്പോൾ ഹൃദയകാഠിന്യത്തിൽ നിന്നേ വരത്തുള്ളൂ. അവൻ എന്നാൽ മറ്റുള്ളവരെ നമ്മളെക്കാൾ ശ്രേഷ്ഠരിൽ നിന്ന് കാണാൻ എണ്ണാനുള്ളൊരു കൃപ എപ്പോഴാ ഉള്ളൂ? തകർന്നു നുറങ്ങിയിരിക്കുന്ന മാംസളമായ ഹൃദയമുള്ളവർക്കേ കാണാൻ പറ്റും. ഇല്ലെങ്കിൽ ദൈവത്തിന് കർത്താവെ നീ ഏറ്റെടുത്തു, ഞാനൊന്നുമില്ല, ഞാൻ കൂടെ വരാം, നീ പറയുന്നത് ഞാൻ ചെയ്യാം. അവൻ ഞാനതാണ്ട് ചെയ്യുന്നു തോന്നുമ്പോൾ അവിടെ അപരാജി ബുധപരക സംസരി. അവിടെ കർത്താവ് പറഞ്ഞു, മോശ സ്ട്രെസ് അടിക്കണ്ട, പാറമേ ഞാൻ നിൽക്കാം, കൽപ്പിച്ചാൽ മതി. നല്ല സ്ട്രെസ്സിൽ നിന്ന് റിലീവ്ഡ് ആകാതെ മോശ കോപത്തോടെ വന്നിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് വെള്ളം തരണോ എന്ന് ചോദിച്ചു. ശ്രദ്ധിക്കണേ, കർത്താവ് പറഞ്ഞ എന്തുവാ? ഞാൻ പറഞ്ഞു നീ എന്ന് വെള്ളമേ ഒഴുകുക പറഞ്ഞാൽ മതി. എന്ത് സിമ്പിളാ. പക്ഷെ മോശം കൊണ്ട് വന്നിട്ട് വടിയെടുത്ത് പാറയെ 2 വട്ടം അടിച്ചു. ശ്രദ്ധിക്കണേ, ദൈവത്തിന് 2 വട്ടം അടിച്ചിട്ട് വെള്ളം വരാതിരുന്നോ? വെള്ളം വന്നു. ഞാൻ ഹൃദയകാഠിന്യത്തിൽ എന്റെ യേശുവിനെ അടിക്കുമ്പോൾ, ഞാൻ പാപം ചെയ്തിട്ട് ദൈവത്തെ ദുഃഖിപ്പിച്ച് വേദനിപ്പിച്ചിട്ട് വന്നു നിൽക്കുമ്പോൾ കൃപയുടെ നദി ചിലപ്പോൾ ഒഴുകും. അത് നീ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ടായിരിക്കണമെന്നില്ല. നീ അവനെ ചങ്ങനെ വേദനിപ്പിക്കുമ്പോഴും അവന്റെ സ്വഭാവം മാറ്റാൻ കഴിയാത്തത് കൊണ്ട് ദൈവം എന്തായിരിക്കും? ഫെയ്ത്ത്ഫുൾ ആയിരിക്കും. വെള്ളം ഒഴുകി. പക്ഷെ ദൈവം കോപിച്ചു. എന്റെ പ്രവൃത്തി പലവട്ടം കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു. നിങ്ങളുടെ അപ്പന്മാരെന്ന് പറയുമ്പോൾ മോശയാണ് അഗ്രഗണ്യനകത്ത്. ദൈവത്തിന്റെ എത്രയോ പ്രവൃത്തി, ദൈവത്തെ മുഖാമുഖം കണ്ടവനല്ലേ മോശ. അവന്റെ മുഖം ദൈവത്തെ കണ്ടിട്ട് തൊക്ക് ചൊലിച്ചില്ലേ? ജനം പറഞ്ഞില്ലേ തിരിശ്ശേരി എഴുത്തത്? ഇത്ര വലിയ ദൈവത്തെ കണ്ടിട്ടും, കരുണ കാണിക്കുന്ന ദൈവത്തെ, കൂടെ നിൽക്കുന്ന ദൈവത്തെ കണ്ടിട്ടും ക്ഷോഭം, ദേഷ്യം, ഞാൻ ഒറ്റയ്ക്ക് എന്നൊരു ചിന്ത കടന്നു വന്നപ്പോൾ പരാജയം അടിഞ്ഞെങ്കിൽ എന്ന് പോൽക്കാലം പരിശുദ്ധാത്മ പറയുന്നു, ഞാൻ മാത്രം വിശുദ്ധനെന്ന് ആരെങ്കിലും എനിക്കോ നിങ്ങൾക്കോ തോന്നുമെങ്കിൽ അവൻ ഇന്ന് മാനസാന്തരപ്പെടാൻ പരിശുദ്ധാത്മ പറയുക, ഇന്ന് മടങ്ങി വരാൻ പരിശുദ്ധാത്മ പറയുക. എന്നിട്ട് പറയാ, 40 ആണ്ട് എനിക്ക് തലമുറയോട് എന്ത് ചെയ്തു? തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ജനം, എന്റെ വഴികളെ അവര് അറിഞ്ഞിട്ടില്ലാത്തവർ. ഇന്ന് അങ്ങനെ പറയാനിടയാകല്ലേ. അതുകൊണ്ട് ദൈവം പറയാം, സ്വസ്ഥതയിൽ അവരെന്ത് ചെയ്യത്തില്ല. നിങ്ങൾ നോക്കണം, മോശ ദൈവത്തോട് പേടിയ കർത്താവെ ഒന്നും കയറാൻ സമ്മതിക്കുക. പലവട്ടം ദിവസം ദൈവം ഇനി മിണ്ടി പോകല്ലേ, ഇനി ചോദിച്ചു പോകല്ലേ. ബൈബിൾ പറയുന്നു, മോശെ ആ കൊടുമിയിൽ കർത്താവ് തന്നെ അടക്കി മരിച്ചു. കനാൻ നാട്ടിലെത്തില്ല, മടങ്ങി വരാം. അവൻ ഇനിയും കർത്താവ് പറയുക, എന്താണ് സുവിശേഷം എന്നറിയാമോ? ദാവീദിന്റെ സന്തതിയിൽ ജനിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ യേശു. അപ്പൊ ദാവീദിന്റെ സന്തതിയോ? മോശെ ദാവീദിനെ കമ്പയർ ചെയ്താൽ ഏറ്റവും കുറവുള്ളവനാരാ? ദാവീദ്. പക്ഷെ ഞാൻ നോക്കുമ്പോൾ കർത്താവേ, കഠിന ഹൃദയമുള്ളവരെ സർട്ടിഫൈഡ് ആയ മോസസിനെ പോലും സ്വസ്ഥതയിൽ പ്രവേശിപ്പിച്ചില്ല. പക്ഷെ ഈ സുവിശേഷത്തിലോട് വരുമ്പോൾ പറയുക, എന്താണ് എന്റെ സുവിശേഷം? ദാവീദിന്റെ സന്തതിയായി
ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ഓറാ ഫലാഹനക സന്ദേരിയാൽ കടനകസിയാത്തറു അവൻ കുറവുകൾ ഇന്നും എനിക്ക് ക്ഷമിക്കാൻ പറ്റാത്തൊരു വ്യക്തിയാണ് ദാവീദ്. പക്ഷെ ജീവിതത്തിൽ ദൈവത്തോട് ഹൃദയം അതാ ദാവീദ് 51-ാം സങ്കീർത്തനം പറഞ്ഞേ, കർത്താവേ നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. തകർന്നുറങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ രസിക്കത്തില്ലല്ലോ. തകർച്ചയിലേക്ക് ഉടച്ചിലേക്ക് പാപം ഭയങ്കര കഠോരമാ, ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത പാപമാ ദാവീദ് ചെയ്തത്. അവൻ 1 മുതൽ 10 ഞാൻ നോക്കുമ്പോ 1 to 10 കംപ്ലീറ്റ്ലി ബ്രേക്ക് ചെയ്ത വ്യക്തിയാ ദാവീദ്. പക്ഷെ ഞാൻ വരുമ്പോൾ ദൈവം പറയുക, എന്റെ ഹൃദയപ്രകാരമുള്ള എന്റെ ദാസനായ ദാവീദ്. എന്നിട്ട് പറയുക, സുവിശേഷം പറയാൻ വരുമ്പോ എന്താണ് സുവിശേഷം? അവൻ ഈ മനുഷ്യർക്ക് ക്ഷമിക്കാൻ പറ്റാത്ത പാപത്തിന്റെ വലിയ കഠോര ലിസ്റ്റുള്ള ഈ ദാവീദിന്റെ സന്തതിയായി ജനിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു. നോക്കണം, കുറവുകളുള്ള മനുഷ്യനെ തന്റെ അപ്പനാന്ന് പറയാൻ ലജ്ജിക്കാത്ത എന്റെ യേശു. ഇന്ന് പകൽക്കാലം ഞാൻ പറയുമ്പോൾ ഓർത്തോണം, കാരണം എന്താ? മിടുക്കും വിശുദ്ധിയുടെ പാരമ്യം കൊണ്ടല്ല, ഹൃദയ കാഠിന്യം അകറ്റി നടക്കാൻ, തകർന്നും ഉറങ്ങിയവളുടെ ഹൃദയത്തോടു കൂടി അനുദപിപ്പാൻ, മാനസാന്തരപ്പെടുവാൻ, ദിവസങ്ങളിൽ വീഴുവാൻ, അവന്റെ കയ്യിലോട്ട് വീണുകൊടുക്കാൻ മനസ്സ് കാണിച്ചൊരു അവൻ ദാവീദ്. അവനെ കുറിച്ച് ഈ സ്വർഗത്തിലെ യേശു അപ്പൻ എന്ന് പറയാൻ ലജ്ജിച്ചില്ലെങ്കിൽ ഇന്ന് പകൽക്കാലം എത്ര കുറവുള്ളവരാണ് ആരാധനയ്ക്കിരിക്കുന്നതിലും മാനസാന്തരത്തിലേക്ക്, മനംതിരിവിലേക്ക്, ഹംബിൾനെസ്സിലേക്ക്, ഒരു ഹാർട്ട് ബ്രോക്കൺനെസ്സിലേക്ക് കടന്നു വരാൻ തക്കൺ കർത്താവെ തകർന്നൊരു ഹൃദയത്താ. അവൻ കർത്താവെ തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്താ. കല്ലുപോലുള്ള ഉള്ളത്തെ ഒന്ന് മാറ്റുന്നത് നിങ്ങൾ കരഞ്ഞാൽ ഇന്ന് പകൽക്കാലം ദാവീദിനെ തന്റെ വംശാവലിയില് അവൻ പിതാവായി കാണാൻ ലജ്ജിക്കാത്ത എന്റെ യേശു നിങ്ങളെ കൈവിടാത്തവനാണെന്ന് ഇന്ന് പകൽക്കാലം ആത്മാവ് സംസാരിക്കുന്നു. എന്റെ ഈ കർത്താവ് എന്തുവെന്നറിയാമോ? അവൻ സകലം അങ്ങനെ ചെയ്യും, അവൻ സകലവും ഭംഗിയായി ചെയ്തു. ഇന്ന് പകൽ ഏത് ശബ്ദം കേൾക്കും നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അവന്റെ അടുക്കിലേക്ക് വന്നാൽ എത്ര മെസ്സാകട്ടെ നിന്റെ ജീവിതം, എത്ര തകർന്നാലും നീ നോക്കിയാൽ നിന്നോട് പോലും നിനക്ക് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയാകട്ടെ, എന്നാൽ തകർന്ന ഹൃദയത്തോട് അവന്റെ സന്നിധി വന്ന് കർത്താവെ നുറങ്ങി എന്റെ വേദനകള് നീ അവനോട് പറയുമ്പോൾ അവന്റെ കയ്യിലോട് തകർന്ന കർത്താവെ നോക്കിയ പരാജയങ്ങളെ ഉള്ളൂ എടുത്തു പറയാൻ, ഒന്നും പുകഴ്ന്നു പറയാൻ ഒന്നുമില്ല. പക്ഷേ ഞാൻ ഉറുങ്ങിയ അവൻ തകർന്ന ഹൃദയത്തോട് വരുന്നു. എങ്കിൽ എന്നെ അനുഗ്രഹിപ്പാൻ കഴിവുള്ള എന്റെ കർത്താവെ, ദാവീദിനെ വംശപാരമ്പര്യത്തിൽ കൂട്ടി എന്റെ കർത്താവെ, ഇന്ന് എനിക്ക് വേണ്ടിയും അത്ഭുതം ചെയ്യാൻ നിന്നെ കൊണ്ട് കഴിയും. അവൻ ഞാൻ എന്നെ തന്നെ താഴ്ത്തി കടന്നു വരുന്നു നിന്നെ വിളിക്കുമ്പോൾ അവൻ സകലവും എങ്ങനെ ചെയ്യുന്നറിയാമോ? ഭംഗിയായി ചെയ്യും. ഇന്ന് പകൽ നിങ്ങൾ കടന്നു പോകുന്ന ഏത് വിഷയമാണേലും സകലവും ഭംഗിയായി ചെയ്യുന്ന ദൈവം. അവൻ നാട്ടിലേക്ക് പോയ മിഷൻ ട്രിപ്പില് ഭംഗിയായി ചെയ്ത് മടക്കിക്കൊണ്ടുവന്ന ദൈവം, ഇവിടെയായിരുന്ന സഭയെ ഭംഗിയായി പരിപാലിച്ച ദൈവം. ആ ദൈവം ഇന്ന് പകൽക്കാലം എവിടെയുണ്ട്? നിന്റെ കുടുംബത്തിലെ ഏത് വിഷയമാണേലും, നിന്റെ തലമുറയുടെ വിഷയമാണേലും, നിന്റെ ജോലിയുടെ വിഷയമാണേലും, നിന്റെ കുടുംബജീവിതത്തിലെ വിഷയമാണേലും, അവൻ ഏത് പ്രോബ്ലം ആണേലും അവന്റെ കയ്യിലോട്ടൊന്ന് കൊടുത്താൽ മതി. ആ ഹൃദയകാഠിന്യം അകറ്റിയിട്ട് കർത്താവേ, ഇന്ന് നിന്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ ആ മരീബയെ പോലെ ഹൃദയം കഠിനമാക്കാൻ ഇടയാകല്ലേ എന്ന് കരഞ്ഞ് നീ ഒന്ന് അനുദപിച്ചാൽ ഊടാപരകൾ കടറ നിന്റെ വിഷയത്തെ കയ്യിലെടുത്തിട്ട് അവൻ അത്ഭുത മറുപടിയും അതിശയത്തിന്റെ അവൻ അത്ഭുതങ്ങളും നിനക്ക് വേണ്ടി ചെയ്തിട്ട് നിന്റെ തല ഉയർത്തുന്ന ഒരു ദൈവം. അവൻ അഹിദേഫോലിനെ പോലെയുള്ളവർ ദാവീദിനെ, കോരഹുത്തന്മാർ ഉൾപ്പെടെ 73-ാം സങ്കീർത്തനം യഥാർത്ഥത്തിൽ എഴുതിയത് കോരഹുത്തന്മാർ എഴുതാൻ കാരണം ദാവീദിനെ കണ്ടിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം പാപം ചെയ്തിട്ടും രാജസിംഹാസനത്തിൽ അപ്പോഴും പയറുപോലിരിക്കുന്ന ഒരു ദാവീദ്, ഉഷപരഹതന ദുഷ്ടന്മാരുടെ സൗഖ്യങ്ങൾ എനിക്ക് അഹങ്കാരികളോട് എന്ത് ചെയ്തു? അസൂയ തോന്നി എന്ന് പറയുന്ന പല ഭാഗങ്ങൾ കാണുമ്പോൾ ഉടമനായി ആത്മാവ് ഞാൻ നോക്കുമ്പോൾ കർത്താവേ ദാവീദിനെ കണ്ടിട്ടാണ് അവർ പാടുന്നത് എന്നെനിക്ക് തോന്നിപ്പോ. അനേക വചന പണ്ഡിതന്മാരും അങ്ങനെ അഭിപ്രായപ്പെട്ടവരുണ്ട്. പക്ഷേ അവൻ വിശുദ്ധന്മാരായ അനേകര് അവൻ മാറി നിന്ന് വിധിക്കുമ്പോഴും, അഹിത്തോഫേൽ എന്ന് പറഞ്ഞാൽ അവന്റെ ആലോചന ദൈവത്തിന്റെ ആലോചന പോലെ. തന്റെ കൊച്ചുമകളായ ബത്ശേബയാണ് ദാവീദ് പിഴപ്പിച്ചത്, തന്റെ കൊച്ചുമരുമകനെയാണ് ദാവീദ് കൊന്നത്, കൊടോര കൃത്യം ചെയ്തത്. അഹിത്തോഫേൽ എന്ന് പറഞ്ഞ വിശുദ്ധ മനുഷ്യന് ദാവീദിനോട് ക്ഷമിക്കാൻ പറ്റുന്ന അനേക വിശുദ്ധന്മാരുണ്ട്. സ്വയം വിശുദ്ധിയിൽ പുകഴുന്നവരുണ്ട്, പ്രവൃത്തിയിലെ വിശുദ്ധിയിൽ പുകഴ്ന്നിട്ട് അവൻ നിന്നെ ന്യായം വിധിക്കാൻ നോക്കി നിൽക്കുന്നവരുണ്ട്. ഇന്ന് പകൽ നീ നിന്നെ തന്നെ താഴ്ത്തി തകർന്നൊരു ഹൃദയം പ്രാപിപ്പാൻ ഏൽപ്പിച്ചു കൊടുത്താൽ, കല്ല് പോലെ ഹൃദയം കർത്താവെ മാറ്റണേ എന്ന് പറഞ്ഞാൽ, ആ ദാവീദിനെ പോലെ ആയിത്തീർന്നാൽ നിനക്ക് വേണ്ടി ഡിഫൻഡറായി നിൽക്കുന്ന ഒരു ദൈവം നിന്റെ നിന്ദകളെ മാറ്റി. അതാ പാപങ്ങൾ നമ്മൾ ഇന്ന് വായിച്ച സങ്കീർത്തനം, പാപങ്ങളെ എന്ത് ചെയ്തു എന്ന് പറഞ്ഞേ
മൂടിക്കളഞ്ഞു. കുറവില്ലാഞ്ഞിട്ടല്ല, അവൻ കുറവില്ലാഞ്ഞിട്ടല്ല, പാപങ്ങളെ മൂടിക്കളയുന്നൊരു ദൈവം. അവൻ ഇന്ന് തന്നെ പ്രിയ സിസ്റ്റർ അത് വായിച്ചിട്ട് പറഞ്ഞു, ദൈവം അനുകൂലമെങ്കിൽ അവൻ വീട്ടുകാർ നിനക്കെതിരായി നിൽക്കട്ടെ, നാട്ടുകാർ നിൽക്കട്ടെ, സഭക്കാർ നിൽക്കട്ടെ, കൂടെ ആരാധിക്കുന്നവർ നിന്നെ വിധിക്കാൻ നിൽക്കട്ടെ, ദൈവം നിനക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലന്മാര് സകലവും ഭംഗിയായി ചെയ്യുന്നതിന്റെ കയ്യിൽ കാര്യം കൊടുക്കുക. നിരാശപ്പെടാതിരിക്കുന്നതിന്റെ എത്ര കുഴഞ്ഞ നാറിയ വിഷയമാണെങ്കിലും സാരമില്ല, അവന്റെ കൈ കൊടുക്ക. നീ അവനെ വിശ്വസിക്കും. വരുമ്പോ കുഞ്ഞുങ്ങളെ പോലെ ആരാധിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുക. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു കർത്താവ്, നിനക്ക് വേണ്ടി സംസാരിക്കുന്ന കർത്താവ്. ഒരൊറ്റ വാക്ക് മതി, അവന്റെ ഒറ്റ വാക്ക് മതി. ഇന്ന് പകൽ ആരാധന ഇരിക്കുമ്പോ ഏത് ഉടഞ്ഞ വിഷയമാണേലും, എത്ര അവൻ കലുഷിതമായ വിഷയമാണേലും, ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി. അവൻ ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി. നിന്റെ വീട്ടിൽ വരണ്ട, നിന്റെ തലയെ കൈവെക്കണ്ട, ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി. ആ വിഷയത്തിന്റെ പരിഹാരമാകും. അവൻ അത് മരണമാണേ മാറിപ്പോകും, അത് രോഗമാണേ നീങ്ങിപ്പോകും, അത് ഏത് നിരാശയാണേലും മാറിപ്പോകും, അത് ഏത് പാപമാണേലും നീങ്ങിപ്പോകും. ഇന്ന് പകൽക്കാലം ഒറ്റ വാക്ക് അവൻ സകലവും എങ്ങനെ ചെയ്തു? ഭംഗിയായി ചെയ്തു. സകലവും ഭംഗിയായി ചെയ്യുന്ന അടുക്കലേക്ക് നമുക്ക് കടന്നു വരാം, ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് അവന്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ ഹൃദയം കല്ലാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാം. അതിനായി നമുക്ക് സമർപ്പിക്കാൻ വേണ്ടി ഈ ഗാനം പറഞ്ഞ് നമുക്കൊരു ഗാനം പാടി അവനെ സ്തുതിക്കാം. എന്റെ പുരയ്ക്കകത്ത് വരാൻ കർത്താവേ ഞാൻ പോരാത്തവനാണ്, എന്റെ കൂടൊന്ന് ഇരിപ്പാൻ പോലും എനിക്ക് യോഗ്യത കർത്താവേ ഇല്ലേ. ആ ശതാധിപൻ പറഞ്ഞു, ഒരൊറ്റ വാക്ക് മതി കർത്താവേ, നീ ആരാധന ഞാൻ നിൽക്കുമ്പോൾ എന്റെ ഉള്ളം തേങ്ങുന്നു പെടുകയും ഒറ്റ വാക്ക് പറഞ്ഞു എന്റെ ആ വിഷയത്തിന് പരിഹാരമുണ്ടാവും, എന്റെ ദാസന്റെ വിഷയത്തിന് പരിഹാരമുണ്ടാവും, എന്റെ മോളുടെ വിഷയത്തിന് പരിഹാരമുണ്ടാവും. ഒറ്റ വാക്കിന്റെ വീട്ടിൽ പോലും വരണ്ട, വരാൻ യോഗ്യത എനിക്കില്ല. ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, പരിഹാരം ഈ നിമിഷം തന്നെ വ്യാപരിക്കും, ഈ സെക്കൻഡ് തന്നെ വ്യാപരിക്കും. എത്ര കുഴഞ്ഞ എന്റെ ആ മോന്റെ വിഷയത്തിനില്ല, ഒറ്റ വാക്ക്. ആ കുടുംബജീവിതത്തിന്റെ പ്രശ്നത്തിനില്ല, ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി. എന്റെ വീട്ടിൽ പോലും നീ വരണ്ട. ഹല്ലേലൂയ. ഒരു വാക്ക് മതി കർത്താവേ. അവൻ സ്വന്തം നിന്നിൽ അസാധ്യമൊന്നും ഞാൻ കാണുന്നില്ല കർത്താവേ. അധികാരത്തിൽ നിന്നെ പോലൊരു ദൈവം വേറെ ആരുമില്ല കർത്താവേ. നീ സകലവും ഭംഗിയായി ചെയ്യുന്നവനാ. എന്റെ ജീവിതം തന്നെ മാറും. ഒരു വാക്ക് നീ പറഞ്ഞാൽ എന്റെ ചിന്തകളൊക്കെ മാറും. ഇന്ന് എന്റെ ചിന്തകൾ പലപ്പോഴും ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ സമ്മതിക്കാതെ എന്റെ തോട്ട് പാറ്റേൺസ് നിമിത്തം ഞാൻ മാറി ഒതുങ്ങിക്കൂടി മൂലക്കിരിക്കുന്ന ചിന്തകളെ ഒക്കെ ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി കർത്താവേ, അത് മാറിപ്പോകും. ഹല്ലേലൂയ. നീ പറഞ്ഞാൽ ദീനം മാറും കർത്താവേ, നീ പറഞ്ഞാൽ മരണം കാണും കർത്താവേ, നീ പറഞ്ഞാൽ യേശുവേ മാറാത്തത് എന്തുണ്ട്? നീ സകലവും ഭംഗിയായി ചെയ്യുന്ന ദൈവം. ഇന്ന് പകല് ഈ ആരാധനയിൽ പുകഴാൻ എനിക്ക് വേറെ ആരുമില്ല കർത്താവേ. അവൻ ഈ യേശുവിനെ പോലെ ഭൂമിയിൽ ശ്രേഷ്ഠനായി ഞാൻ മറ്റാരെയും കാണുന്നില്ല കർത്താവേ. ഇന്നൊരു വാക്ക് പറഞ്ഞാൽ എന്റെ സകല ഡിപ്രഷൻസ് മാറും കർത്താവേ, എന്റെ നിരാശകൾ, എന്റെ സങ്കടങ്ങൾ മാറും കർത്താവേ, എന്റെ തോൽവികൾ, എന്റെ പിഴവുകൾ, ഞാൻ എപ്പോഴും ജീവിതത്തിൽ തെറ്റിപ്പോകുന്ന അവസ്ഥകൾ ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി കർത്താവേ. ഇന്ന് പകല് ഈ ആരാധന മാറും കർത്താവേ. നീ പറഞ്ഞാൽ ആ പാപമുണ്ടല്ലോ കർത്താവേ, എന്നെ വിട്ടുമാറാത്ത സിൻഫുൾ നേച്ചർ, അതെന്നെ വിട്ടുമാറും. ഒറ്റ വാക്ക് നീ പറഞ്ഞാൽ മതി കർത്താവേ. അവൻ നീ പറഞ്ഞാൽ മതി കർത്താവേ, സകല ശാപങ്ങളും മാറും. യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്നുണ്ട്. ഈ ഗാനം ഒന്ന് എഴുന്നേറ്റ് നമുക്ക് അരങ്ങനെ അടിച്ചു പാടി അവനെ സ്തുതിക്കാം.